ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് മാർക്കറ്റ് സ്ട്രക്ചർ, എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ, അതായത് ഇതേപോലെയുള്ള ചോപ്പി കണ്ടീഷൻസിൽ നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി ബയേഴ്സ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ് നമുക്കൊരു എൻട്രി നമ്മുടെ ടാർഗറ്റ് അടിക്കാനും. അതായത് നമുക്ക് ആ ഒരു ഡെയിലി എക്സ്പാൻഷൻ ഓർ വീക്ക്ലി എക്സ്പാൻഷൻ മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് ആ ഒരു എൻട്രി നമുക്ക് പ്രോഫിറ്റബിൾ ആയി കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പ്രീവിയസ് വീഡിയോസിൽ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷൻ, അതായത് ഈ ഒരു വൺ ഡേ ടൈം ഫ്രെയിം എടുത്തുള്ള ഗോൾഡ് ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോണത്. ഗോൾഡിലെ വൺ ഡേ ടൈം ഫ്രെയിം ആണ് ഇപ്പൊ എടുത്തിട്ടുള്ളത്. ഈ ഒരു വൺ ഡേ ടൈം ഫ്രെയിമിൽ ഇതൊരു ചോപ്പി കണ്ടീഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലേ. അതായത് മാർക്കറ്റ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു പോലെ നമുക്ക് തോന്നുന്നില്ലേ. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് എങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് മാർക്കറ്റ് ഈ ഒരു റേഞ്ച് വിട്ടിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോ സാധാരണ നമുക്ക് നോർമലി ഇവിടത്തെ കേസസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ ഒരു കേസസിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ പറയാൻ പറ്റില്ല. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യാൻ പോണത് ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് എങ്ങനെ മാർക്കറ്റ് സ്ട്രക്ചർ കണ്ടുപിടിക്കാം, ഡെയിലി എക്സ്പാൻഷൻ എങ്ങോട്ടാണെന്ന് കണ്ടുപിടിക്കാം. അതായിരിക്കും ഇന്നത്തെ വീഡിയോ കൂടെ ജസ്റ്റ് നോക്കാൻ പോണത്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യണത് ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ്. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ കൂടുതൽ ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ് നമ്മൾ പറയാറുള്ളത്. ആ ഒരു ടോപ്പ് ഡൗൺ അനാലിസിസിൽ കൂടെ നമുക്ക് എങ്ങനെ മാർക്കറ്റ് സ്ട്രക്ചർ കണ്ടുപിടിക്കാം, മാർക്കറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് പോകുന്നുള്ളത് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഇനീഷ്യൽ എടുത്തിട്ടുള്ള വൺ ഡേ ടൈം ഫ്രെയിം ആണ്. വൺ ഡേ ടൈം ഫ്രെയിമിൽ നമുക്കിവിടെ എന്താണ് കാണാൻ പറ്റുന്നത്? സോ നമുക്കിവിടെ നോർമലി നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാം മാർക്ക് ചെയ്തിടാം. ഇവിടെ നമുക്കൊരു ഹൈ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ലോ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു റേഞ്ച് വിട്ടിട്ട് മാർക്കറ്റ് എങ്ങോട്ടും പോയിട്ടില്ല. ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ പോലെ മാർക്കറ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ, അതേപോലെ ഇവിടെ ഒരു ഓക്കെ, ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ എഗെയിൻ ഒരു മൈനർ റേഞ്ചും കൂടി, ഒരു കൺസോളിഡേഷൻ റേഞ്ചും കൂടി മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൽ നമുക്ക് എങ്ങനെ മാർക്കറ്റിലെ ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യാം? ഇത് നമുക്ക് നോർമലി ഇപ്പൊ ഒരു ബിഗിനേഴ്സ് ഒക്കെ ഈ ഒരു സമയത്താണ് ട്രേഡിങ്ങിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് സ്റ്റോപ്പ് ലോസസ് അടിക്കാൻ ചാൻസസ് കൂടുതലാണ്. മാർക്കറ്റിന്റെ ഡയറക്ഷൻ പ്രോപ്പർ ആയിട്ട് മനസ്സിലാവാണ്ടിരിക്കാൻ പറ്റും. അതായത് മാർക്കറ്റിന്റെ ഡയറക്ഷൻ കൂടുതലായിട്ട് പെട്ടെന്ന് മനസ്സിലായി എന്ന് വരില്ല. അങ്ങനെയുള്ള ചാൻസസ് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ സ്വാഭാവികമാണ്. മനസ്സിലായോ? അതായത് ഇതേപോലെയുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അല്ല അതിനുശേഷം മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ റേഞ്ചിലാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ആ ഒരു കൺസോളിഡേഷൻ റേഞ്ച് എങ്ങനെ നമുക്ക് അനുയോജ്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും? അതായത് കൺസോളിഡേഷൻ റേഞ്ചില് ICT ട്രേഡേഴ്സിനും ICT കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലിക്വിഡിറ്റി കൺസോളിഡേഷൻ റേഞ്ചസിൽ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യില്ല. സോ മീൻസ് നമുക്ക് ഈ ഒരു ഹൈ ആണ്, ഇപ്പൊ ഡെയിലി ബൈസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം, അതായത് വൺ ഡേ ടൈം ഫ്രെയിമിന്റെ അനാലിസിസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ളതായിരിക്കും, ഈ ഒരു ഹൈയിലോട്ട് പോകുന്നുള്ളതായിരിക്കും. സോ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോയതിനു ശേഷം മാർക്കറ്റ് വീണ്ടും ഡൗണിലോട്ട് പുഷ് ചെയ്തിരിക്കുകയാണ്. മാർക്കറ്റ് കൺസോളിഡേഷൻ റേഞ്ചസിൽ വരുമ്പോൾ നോർമലി കൂടുതൽ കേസസിൽ നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറയണത്. മനസ്സിലായോ? ഇവിടെ നമ്മൾ നോർമലി നമ്മൾ ഡെയിലി ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ദിവസം കഴിഞ്ഞാൽ ഈ ഒരു ദിവസം നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് പോയി വീണ്ടും ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിനു ശേഷം ആയിരിക്കും മാർക്കറ്റ് ഒരു ഡയറക്ഷനിലോട്ട് വരിക എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ പറയാൻ പറ്റും. സോ ഇവിടെ മാർക്കറ്റ് നമുക്ക് നടന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, നമുക്ക് അതിന് ലോവർ ടൈം ഫ്രെയിംസ് വേണം. അപ്പൊ ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ ലോവർ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം നമ്മൾ ചെറിയ ടാർഗറ്റ്സ് മാത്രം കണ്ടുപിടിക്കുക. ചെറിയ ടാർഗറ്റ്സ് മീൻസ് 1 അവറിലെ ഹൈ, 50 മിനിറ്റിലെ ഹൈ, അതേപോലെ നമ്മൾ ചെറിയ റിസ്ക് റിവാർഡ് മാത്രം യൂസ് ചെയ്യാം, ചെറിയ RR മാത്രം നമ്മൾ യൂസ് ചെയ്യാം. ഇങ്ങനെയുള്ള കൺസോളിഡേഷൻ റേഞ്ചസിൽ വരുന്ന സമയത്ത് നമ്മൾ ചെറിയ RR യൂസ് ചെയ്യുക. അതേപോലെ ലിക്വിഡിറ്റിന്റെ അടിയിലോട്ട് ടാർഗറ്റ്സ് വെക്കുക. ഇപ്പൊ മീൻസ് നമ്മളിവിടെ ഈ ഒരു ഹൈയിലോട്ട് ടാർഗറ്റ് വെക്കുന്നതിന് പകരം ഈ ഒരു ഹൈയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെയിലിന്റെയും ക്ലോസ് ഇല്ലേ,
അതായത് ഈ ഒരു ഓപ്പണിംഗ് പ്രൈസിന്റെ അവിടെ നമ്മൾ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ടാർഗറ്റ് അടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ ലോ ടൈം ഫ്രെയിംസിൽ അവിടെ ടാർഗറ്റ്സ് ഉണ്ടാവും, FPGs ഉണ്ടാവും. ഇന്റേണൽ ലിക്വിഡിറ്റീസിൽ നമ്മൾ എക്സിറ്റ് ആവാൻ നോക്കുക. ഓക്കെ, അങ്ങനെയുള്ള കേസസിലാണ് നമുക്ക് കൂടുതലായിട്ട് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കൺസോൾട്ടേഷൻ റേഞ്ചസിൽ വരുന്ന സമയത്ത് നമ്മുടെ ടാർഗറ്റിനെ നമ്മൾ സാക്രിഫൈസ് ചെയ്യണം. ഫ്ലെക്സിബിൾ ആയിരിക്കണം ടാർഗറ്റ്സ്. മനസ്സിലായോ? അതായത് റിസ്ക് നമ്മൾ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റില്ല. മനസ്സിലായി? ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചസിൽ വരുന്ന സമയത്ത് നമുക്ക് റിസ്ക് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കൂടുതലായിട്ട് വെക്കാൻ പറ്റില്ല, കുറവായിട്ട് കൂടുതലായിട്ട് അങ്ങനെ റിസ്കിനെ നമ്മൾ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റില്ല. ബട്ട് നമ്മുടെ ടാർഗറ്റിനെ നമ്മൾ ഫ്ലെക്സിബിൾ ആക്കണം. അതായത് 1:2 എക്സിറ്റ് ആവുക. അതേപോലെ ചില സമയത്ത് കൺസോൾട്ടേഷൻ റേഞ്ചസിൽ 1:2 കുറവായിരിക്കും നമുക്ക് ചിലപ്പോൾ ടാർഗറ്റ്സ് കിട്ടുക. സോ നമുക്ക് ആ ഒരു ടാർഗറ്റ്സിൽ എക്സിറ്റ് ആവാൻ വേണ്ടി നമ്മൾ തയ്യാറായിരിക്കണം. അതുകൊണ്ടാണ് കൺസോൾട്ടേഷൻ റേഞ്ചസിൽ ICT ട്രേഡേഴ്സ് കൂടുതലായിട്ട് മാറി നിൽക്കുന്നത്. അതായത് കൺസോൾട്ടേഷൻ റേഞ്ചസ് വരുന്ന ടൈമിൽ മാറി നിൽക്കും ഈ ഒരു ICT ട്രേഡേഴ്സ്. സോ ഈ ഒരു നോർമൽ കേസസിൽ നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് പോലെ എടുത്ത ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊരു പ്രോപ്പർ ആയിട്ടുള്ള നമുക്ക് പറയാൻ പറ്റും. മാർക്കറ്റ് ഈ ഒരു ഏരിയനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് മാർക്കറ്റ് വീണ്ടും ഡൗണിലോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. സോ ICTന്റെ കേസസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് പോലെയാണ് നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് എടുക്കുക. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് പോയാലാണ് നമ്മൾ ടാർഗറ്റ് അടിക്കുള്ളൂ. അങ്ങനെയാണല്ലോ ICT ട്രേഡേഴ്സിന്റെ വ്യൂ. ഓക്കെ, ആൻഡ് ദെൻ നമുക്ക് ഈ ഒരു വീക്കിന്റെ നോക്കാം കേട്ടോ. അതായത് ഈ ഒരു കഴിഞ്ഞ മൺഡേ ടു ഈ ഫ്രൈഡേ വരെ ഈ ഒരു വീക്കിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ള കാര്യം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. ഇത് അതായത് ഒരുപാട് പറഞ്ഞിരുന്നില്ല, ഒരുപാട് ലോങ്ങിലോട്ട് പറഞ്ഞിരുന്നില്ല. ഈ ഒരു കഴിഞ്ഞ വീക്ക് മാർക്കറ്റ് എങ്ങോട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞുതരാം. അതെങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുതരാം. നമ്മളിവിടെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീക്ക്, അതായത് ഈ ജൂലൈ 31, അതേ ജൂലൈ 31 ഓഗസ്റ്റ് 1, ആ ഒരു ടൈമില്, ഓഗസ്റ്റ് 1 ഫ്രൈഡേ, ആ ഒരു ടൈമില് മാർക്കറ്റ് എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് 1 ഡേ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഓൾറെഡി ഈസ് ഇൻ കൺസോൾട്ടേഷനിലാണ്. അതായത് 1 ഡേ ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് 2 കൺസോൾട്ടേഷന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഉള്ളത്. ഈ ഒരു എക്സ്റ്റേണൽ കൺസോൾട്ടേഷൻ ഉണ്ട്, അതിന്റെ ഉള്ളിൽ തന്നെ ഒരു ഇന്റേണൽ കൺസോൾട്ടേഷനും കൂടി മാർക്കറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു എൻട്രി നമുക്ക് എടുക്കുകയാണെന്നുണ്ട്, ഇങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഇവിടെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. സ്വീപ്പ് ചെയ്തു നമ്മൾ എങ്ങനെ പറയാനുള്ള റീസൺ, മാർക്കറ്റ് ഈ ഒരു ലോന്റെ അടിയിലോട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും റിയാക്ട് ചെയ്ത് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ആയിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇത് മേലോട്ട് പോയിട്ടുണ്ട്, പുഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എഗെയിൻ നമുക്ക് എങ്ങോട്ട് വരെ മാർക്കറ്റ് വരുന്നുള്ള വ്യൂ ഉണ്ടേ, അതാണല്ലോ നമ്മുടെ ഡയറക്ഷൻ. ഇപ്പൊ മാർക്കറ്റ് നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു ചെറിയൊരു FPGs കാണാൻ പറ്റും. ഈ ഒരു 1 ഡേ ടൈം ഫ്രെയിമിന്റെ FPG കാണാൻ പറ്റും. അതേപോലെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? 1 ഡേ ടൈം ഫ്രെയിമിന്റെ ഓർഡർ ബ്ലോക്ക് നമുക്ക് കളർ ഒന്ന് ജസ്റ്റ് ചേഞ്ച് ആക്കാം. ഓക്കെ, ഇത് നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റി. ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് FPG കാണാൻ പറ്റി. അതായത് 1 ഡേ ടൈം ഫ്രെയിമിന്റെ ഇവിടെ നമ്മളൊരു FPG കാണാൻ പറ്റി. അതേപോലെ 1 ഡേ ടൈം ഫ്രെയിമിന്റെ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റി. ഇങ്ങോട്ടെല്ലാം മാർക്കറ്റ് വരുന്നുള്ള ഡയറക്ഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് ഉള്ളത്. അതായത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം, ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് മാർക്കറ്റിന്റെ ലിക്വിഡിറ്റീസ് ഉള്ളത് ഈ ഒരു റേഞ്ചസിലൊക്കെയാണ് മാർക്കറ്റിന്റെ ലിക്വിഡിറ്റീസ് ഉള്ളത്. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്കും മാർക്കറ്റിലെ, അതേപോലെ ഈ ഒരു ഹൈ എന്ന് പറയുന്നതും മാർക്കറ്റ് പ്രീമിയത്തിലാണ് ഉള്ളത്. അതായത് മാർക്കറ്റ് ഈസ് ഓൾറെഡി ഇൻ എ ഡിസ്കൗണ്ട്. നമുക്ക് പറയാൻ പറ്റും മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്ത, അതായത് ഈ ഒരു ലോന്റെ അടിയിലോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈസ് ഓൾറെഡി ഇൻ എ ഡിസ്കൗണ്ട്. ആ ഒരു കാര്യം നമുക്ക് പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റില്ലേ? അതായത് മാർക്കറ്റ് ഒരു ഷോർട്ട് ടേം ലോന്റെ അടിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈസ് ഓൺ ഷോർട്ട് ടേം ഡിസ്കൗണ്ട് എന്നുള്ള കാര്യം പറയാൻ പറ്റും നമുക്ക്. അതേപോലെ മാർക്കറ്റ് ഈസ്
ഒരു ഹൈന്റെ മേലോട്ട് ആണ് പോയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ഷോർട്ട് ടേം ഹൈന്റെ മേലോട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈസ് ഓൺ ഷോർട്ട് ടേം പ്രീമിയം എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിന്റെ ഡയറക്ഷൻ പോണത് പ്രീമിയം ടു ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട് ടു പ്രീമിയം ആണ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുക. അതേപോലെ നമ്മളിവിടെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ടു ഈ ഒരു ഹൈ ടു ഈ ഒരു ലോ നമ്മള് ഈ ഒരു ഹൈ ടു ഈ ഒരു ലോ നമ്മള് മാർക്ക് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു ഹൈ ടു ഈ ഒരു ലോ നമ്മൾ മാർക്ക് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 50% ലെവലിലോട്ട് മാർക്കറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അതായത് മാർക്കറ്റ് ഈ ഒരു ഡിസ്കൗണ്ട് മുതൽ ഡിസ്കൗണ്ടിൽ നിന്ന് മാർക്കറ്റ് പ്രീമിയത്തിലോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് പറയാൻ പറ്റും. ഈ ഒരു പ്രീമിയത്തിൽ മാർക്കറ്റിൽ എവിടെയാണ് നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു 50% ലെവലിന്റെ എബോവിലല്ലേ പ്രീമിയം എന്ന് പറയാ. അപ്പൊ പ്രീമിയത്തിൽ മാർക്കറ്റിന്റെ ഒരു PDRS, അതായത് നമുക്ക് എവിടെയാണ് നെക്സ്റ്റ് ഹൈ പ്രോബിലിറ്റി ലിക്വിഡിറ്റീസ് ഉള്ളത്, അതായത് 1 ഡേ ടൈം ഫ്രെയിമിന്റെ ഒരു FEG നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ 1 ഡേ ടൈം ഫ്രെയിമിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊരു ഹൈ പ്രോബിലിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ഹൈ പ്രോബിലിറ്റി ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മാർക്കറ്റ് ഈ ഒരു ഏരിയനെ റിയാക്ട് ചെയ്യോ റിയാക്ട് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. കാരണം മാർക്കറ്റ് ഈസ് ഓൺ കൺസോൾട്ടേഷൻ. നമുക്ക് അതുകൊണ്ട് ഒന്നും പ്രോപ്പർ ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ നോർമലി ഈ ഒരു ഹൈ എടുക്കുന്നതിന് പകരം, അതായത് മാർക്കറ്റ് നമ്മൾ നോർമലി കൺസോൾട്ടേഷനിലല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈയിലാണ് നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ടാർഗറ്റ് ഉണ്ടാവുക. അതായത് മാർക്കറ്റ് ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റിന്റെ നെക്സ്റ്റ് ഡയറക്ഷൻ നമുക്ക് ഈ ഒരു ഹൈയിലോട്ട് പോകുന്നുള്ളതായിരിക്കണം നമ്മുടെ നെക്സ്റ്റ് വ്യൂ. അതായിരിക്കില്ലേ നമ്മുടെ നെക്സ്റ്റ് വ്യൂ. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചസിൽ നമ്മൾ കൂടുതലായിട്ട് എടുക്കേണ്ടത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് ആണ്. അതായത് മാർക്കറ്റ് ഒരു ഇന്റേണൽ റേഞ്ചിലോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചസിൽ നമുക്ക് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമല്ല, അപ്പൊ ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്താൽ മാത്രമാണ് മാർക്കറ്റിൽ നമുക്ക് ആ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചസിൽ നമുക്ക് സർവൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഫ്രൈഡേ ക്ലോസ് ചെയ്തു. ഫ്രൈഡേ August 1 നമുക്ക് ഇവിടെ ഫ്രൈഡേ ഇവിടെ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നമുക്ക് ക്ലോസ് ചെയ്തു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആ ഒരു മൺഡേന്റെ ടാർഗറ്റ് നമുക്ക് എവിടെ വെക്കാൻ പറ്റും? നമ്മൾ ഈ ഒരു FEGന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നുള്ളതായിരിക്കില്ല നമ്മുടെ മൺഡേയില് ഒരു ടാർഗറ്റ് ഉണ്ടാവുക. അതേപോലെ നമ്മൾ ഇവിടുന്ന് ഓക്കെ ജസ്റ്റ് 4 hour എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ലൈൻസ് എന്നെല്ലാം പറയണത് സെക്ഷൻ ബ്രേക്ക് ആണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ഓഫ് ചെയ്തിടാം. അതായത് ഒരു ദിവസം തുടങ്ങുന്നതിന്റെ ആ ഒരു റേഞ്ചാണ് ഇവിടെ വരുന്നത്. അത് നമുക്ക് ജസ്റ്റ് ആ ഒരു കറക്റ്റ് ലൈൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഓൺ ആക്കിയിടാം. ഇതാണ് August 1, August 2. നമുക്ക് ഇവിടെ നോക്കേണ്ടത് മൺഡേത്തെ ചാർട്ട് അല്ലേ, അതായത് August 4, August 2 അല്ല, മൺഡേയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഉണ്ടാവേണ്ടത് മാർക്കറ്റ് മേലോട്ട് പോയി ഈ ഒരു 1 ഡേ ടൈം ഫ്രെയിമിന്റെ FEGയിലോട്ട് ടാപ്പ് ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മുടെ ഡയറക്ഷൻ ഉണ്ടായിരുന്നത് മാർക്കറ്റിന്റെ. അതായത് മൺഡേ തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ ഡയറക്ഷൻ മാർക്കറ്റ് മേലോട്ട് പോയി ആ ഒരു 1 hourലെ അല്ല 1 ഡേ ടൈം ഫ്രെയിമിന്റെ FEന്റെ ഉള്ളിൽ ടാപ്പ് ചെയ്യുന്നുള്ളതായിരിക്കണം നമ്മുടെ വ്യൂ. അതേപോലെ മൺഡേയിൽ നമുക്ക് ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു വിക്ക് ഉണ്ടാക്കി, അതായത് ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു വിക്ക് ഉണ്ടാക്കി മാർക്കറ്റ് ഡൗണിലോട്ട് വന്നു. മാർക്കറ്റ് ഈസ് ഓൺ ഡിസ്കൗണ്ടിൽ. അപ്പൊ മാർക്കറ്റ് ഡിസ്കൗണ്ടിലാണ്. മാർക്കറ്റ് ഓപ്പണിംഗ് പ്രൈസിന്റെ താഴോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിസ്കൗണ്ടിലാണെന്നാണ് നമ്മൾ പറയാം. അതേപോലെ മാർക്കറ്റ് ഡിസ്കൗണ്ടിലോട്ട് മാർക്കറ്റ് വന്നു. ആൻഡ് ദെൻ ഡിസ്കൗണ്ടിലോട്ട് നമ്മൾ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു എൻട്രി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതായത് ഇവിടെ നമുക്ക് 4 hour ടൈം ഫ്രെയിമിന്റെ ഒരു മൈന്യൂട്ട് FEG ഉണ്ട്. അപ്പൊ നമുക്ക് FEG വെയിറ്റ് ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു FEG ആണ്. ഈ ഒരു 2 ക്യാൻഡിൽസ് തമ്മിൽ ടാപ്പ് ചെയ്തിട്ടില്ല. അതായത് ഇത് FEG ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ഈ ഒരു
ക്യാൻഡിലിന്റെ ലോനെയും വെച്ച് മേലോട്ട് പോയിട്ടില്ല, ഡൗണിലാണ് ഉള്ളത്. അതായത് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ഈ ഒരു ക്യാൻഡിലിന്റെ ലോനെയും വെച്ച് താഴെയാണുള്ളത്. അപ്പൊ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് നമുക്ക് FEG ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മനസ്സിലാവും. മാർക്കറ്റ് ഈ ഒരു FEന്റെ ഉള്ളിലോട്ട് ടാപ്പ് ചെയ്തു. നമുക്കൊരു ലോ ടൈം ഫ്രെയിമിൽ നമ്മൾ ജസ്റ്റ് ഒരു എൻട്രി മോഡൽ നമുക്ക് നോക്കി അവിടെ നമുക്ക് എൻട്രി എടുത്ത് മാർക്കറ്റ്, ഞാൻ അതിപ്പോ കാണിച്ചു തരുന്നില്ല, നമുക്ക് പ്രീവിയസ് വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ലോ ടൈം ഫ്രെയിമിൽ ഒരു എൻട്രി മോഡൽ മാർക്കറ്റ് ഈ ഒരു FEന്റെ ഉള്ളിലോട്ട് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറിപ്പോയി. നമുക്കപ്പോ ഇവിടെ നമ്മളൊരു ലോ ടൈം ഫ്രെയിമിൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ലോ ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹ്യൂജ് ടാർഗറ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റും ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ. മനസ്സിലായില്ലേ? അതേപോലെ നമ്മുടെ നെക്സ്റ്റ് ഡേന്റെ ടാർഗറ്റ് നമ്മൾ എങ്ങോട്ടായിരിക്കണം? അതായത് മാർക്കറ്റ് ഈ ഒരു ഹൈലോട്ട് ക്ലോസ് ചെയ്തിട്ടല്ലേ മാർക്കറ്റ് ഉള്ളത്. അതായത് ഈ FEG റിയാക്ട് ചെയ്ത പോലെയാണ് മാർക്കറ്റിലുള്ളത്. 1 ഡേ ടൈം ഫ്രെയിമിലെ FEG റിയാക്ട് ചെയ്ത പോലെയാണ് മാർക്കറ്റ് ഉള്ളത്. നമ്മൾ പറഞ്ഞു മൺഡേയിലെ ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്തു. നമ്മുടെ ആ ഒരു ഡെയിലി ടാർഗറ്റ് മൺഡേ തന്നെ നമുക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു FEന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, നമ്മൾ എക്സിറ്റ് ആയി. അതേപോലെ തന്നെ നമുക്ക് ട്യൂസ്ഡേ, നമുക്ക് ചൊവ്വാഴ്ച നമുക്ക് ഒരു മാർക്കറ്റിന്റെ ഡയറക്ഷൻ വേണം. അതായത് മാർക്കറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? മാർക്കറ്റിന്റെ ഡയറക്ഷൻ ബുള്ളിഷിലോട്ട്. അപ്പൊ നമ്മൾ പറയായിരിക്കും നമുക്ക് ഇവിടെ ഓൾറെഡി ആ ഒരു 1 ഡേ ടൈം ഫ്രെയിമിന്റെ ഓർഡർ ബ്ലോക്ക് ഉണ്ട് ഇവിടെ. അപ്പൊ ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് വരുന്നുള്ളതായിരിക്കില്ലേ നമ്മുടെ വ്യൂ. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈസ് ഓൺ കൺസോൾട്ടേഷൻ. മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചസിലുള്ള സമയത്ത് ഇന്റേണൽ ലിക്വിഡിറ്റീസ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യും. അതായത് ഇന്റേണൽ ലിക്വിഡിറ്റി മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനിൽ മാത്രമല്ല, ഇന്റേണൽ ലിക്വിഡിറ്റീസ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഓൾറെഡി മാർക്കറ്റ് ആ ഒരു തിങ്കളാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത് മാർക്കറ്റ് ഈ ഒരു FEG റെസ്പെക്ട് ചെയ്ത പോലെയാണ്. ആൻഡ് ദെൻ ട്യൂസ്ഡേ മാർക്കറ്റ് തുടങ്ങുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് വന്നിട്ടാണ് മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ളത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ഡൗണിലോട്ട് വരും. മാർക്കറ്റ് ഈസ് ഓൺ ഒരു 1 ഡേ ടൈം ഫ്രെയിമിന്റെ FEG പറയുന്ന സമയത്ത് മാർക്കറ്റ് ആ ഒരു FEG റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കേസസിൽ മാർക്കറ്റ് ഈ ഒരു 4 hour ടൈം ഫ്രെയിം കഴിഞ്ഞു. അതായത് ഈ ഒരു 630 ഈ ഒരു 4 hour ടൈം ഫ്രെയിം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു അഗൈൻ ഒരു ലണ്ടൻ സെഷനിലൊക്കെയാണ് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ഡൗണിലോട്ടുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് ഏഷ്യൻ സെക്ഷൻ മാർക്കറ്റ് ഡൗണിലോട്ട് വന്ന് ക്ലോസ് ചെയ്തു. ആൻഡ് ദെൻ അഗൈൻ നമ്മൾ ഒരു ലണ്ടൻ സെക്ഷൻ എടുക്കുന്ന സമയത്ത് മാർക്കറ്റിന്റെ ഡയറക്ഷൻ മാർക്കറ്റ് ഡൗണിലോട്ട് വരുന്നുള്ളതായിരിക്കണം നമ്മുടെ വ്യൂ. മനസ്സിലായോ? അതായത് മാർക്കറ്റ് ഏഷ്യൻ സെക്ഷൻ ക്ലോസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു FEG റെസ്പെക്ട് ചെയ്തു എന്നുള്ള രീതിയിൽ ഏഷ്യൻ സെക്ഷൻ ക്ലോസ് ചെയ്തു. ആൻഡ് അഗൈൻ ലണ്ടൻ സെക്ഷൻ തുടങ്ങുന്ന സമയത്ത് മാർക്കറ്റ് നമുക്ക് ഡൗണിലോട്ട് വരുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. മാർക്കറ്റ് എവിടം വരെ ആയിരിക്കും ഡൗണിലോട്ട് വരിക അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ അവർ ടൈം ഫ്രെയിം എടുത്ത് നോക്കാം. ട്യൂസ്ഡേ നമുക്ക് എവിടം വരെ ആയിരിക്കണം മാർക്കറ്റ് വരിക എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമില് ഇവിടെ മാർക്കറ്റിന്റെ ഒരു ലോസ് ഉണ്ട്. അതായത് ഒരു സ്വിംഗ് ലോസ് ഉണ്ട്. ഇത് നമുക്കൊരു ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ലേ? നമുക്കൊരു ലിക്വിഡിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ലേ? മാർക്കറ്റ് ഈ ഒരു 1 അവർ ടൈം ഫ്രെയിമിന്റെ ലോയിലോട്ട് മാർക്കറ്റ് വരികയാണുള്ള ചാൻസസ് കൂടുതലാണെന്ന് പറയാൻ പറ്റില്ലേ? അപ്പോൾ ലണ്ടൻ സെഷനിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത് മാർക്കറ്റിന്റെ ഡയറക്ഷൻ, ഏഷ്യൻ സെഷനിൽ നമുക്ക് മാർക്കറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലായി, ഡൗണിലോട്ടാണെന്നുള്ള കാര്യം മനസ്സിലായി. ലണ്ടൻ സെഷനിൽ മാർക്കറ്റ് നമ്മൾ ആ ഒരു ഡൗണിലോട്ടുള്ള വ്യൂ എടുത്തു. ഈ ഒരു 1 അവർ ടൈം ഫ്രെയിമിന്റെ ലിക്വിഡിറ്റി നമ്മൾ ടാർഗറ്റ് വെച്ചു. നമുക്ക് ആ ഒരു ടാർഗറ്റ് നമ്മൾ ടേക്ക് ഔട്ട് ചെയ്യുകയും ചെയ്തു. അതേപോലെ ബുധനാഴ്ചയും ഇതേപോലെ തന്നെ 1 ഡേ നമ്മൾ 4 അവർ ടൈം ഫ്രെയിം എടുക്കും. 4 അവർ ടൈം ഫ്രെയിമിന്റെ ഡയറക്ഷൻ നോക്കുന്നത് 4 അവർ ടൈം ഫ്രെയിം എടുത്തു. നമുക്ക് ആ ഒരു ട്യൂസ്ഡേന്റെ ഡയറക്ഷൻ മനസ്സിലായി. അതേപോലെ തന്നെ ബുധനാഴ്ചത്തെ ഡയറക്ഷൻ 4 അവർ ടൈം ഫ്രെയിമിൽ ബുധനാഴ്ചത്തെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? കാരണം ഇവിടെ ട്യൂസ്ഡേ മാർക്കറ്റ് ഈ ഒരു FEG റെസ്പെക്ട് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ? അതായത് FEGന്റെ മേലോട്ട് പോയി ഈ ഒരു FEG ഇൻവേഴ്സ് ചെയ്തിട്ടല്ല ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു FEG ഇൻവേഴ്സ് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു FEG മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും.
മാർക്കറ്റ് ഓൾറെഡി ഒരു ന്യൂ ഇയർ സെക്ഷനിലെ ഒരു ട്യൂസ്ഡേ ഒരു ന്യൂ ഇയർ സെക്ഷനിൽ മാർക്കറ്റ് മേലോട്ട് പോയിട്ടുണ്ട്. അതേപോലെ മാർക്കറ്റ് മേലോട്ട് പോയിട്ട് ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. വിക്സ് മേക്ക് ഡാമേജ് ബോഡി ടെൽസ് ദ സ്റ്റോറി എന്നുള്ളതാണ് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സിൽ നമുക്ക് പറയാനുള്ളത്. അതായത് വിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, വിക്ക് ആ ഒരു ഡാമേജ് ക്രിയേറ്റ് ചെയ്യും, ബോഡി ടെൽസ് ദ സ്റ്റോറി. അതായത് ബോഡി നമുക്ക് ക്ലോസ് ചെയ്തിട്ടുള്ളത് FEGന്റെ ഉള്ളിലല്ലേ, ബോഡിയാണ് നമുക്ക് ഡയറക്ഷൻ മാർക്കറ്റിൽ തീരുമാനിക്കുക. ഈ ഒരു ബോഡി മേലേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും മാർക്കറ്റ് ഡൗണിലോട്ട് ഈ ഒരു FEG ഇൻവേഴ്സ് FEG ആയി, അതായത് 1 ഡേ ടൈം ഫ്രെയിമിൽ FEG ഇൻവേഴ്സ് FEG ആയിട്ട് 1 ഡേ ടൈം ഫ്രെയിമിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ 1 ഡേ ടൈം ഫ്രെയിമിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ 1 ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു FEGന്റെ ഉള്ളിലല്ലേ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു FEG റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ലേ. ആൻഡ് ദെൻ അഗെയിൻ ഈ ഒരു വെനസ്ഡേ മാർക്കറ്റിന്റെ ഈ ഒരു ഏഷ്യൻ സെക്ഷൻ ക്ലോസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു FEG അഗെയിൻ വീണ്ടും റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഈ ലണ്ടൻ സെക്ഷനിൽ മാർക്കറ്റിന്റെ ഡയറക്ഷൻ മാർക്കറ്റ് ഡൗണിലോട്ട് വരുന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മൾ ആ ടാർഗറ്റ് വെക്കും. അഗെയിൻ വെനസ്ഡേ മാർക്കറ്റ് ഡൗണിലോട്ട് വരുന്നുള്ള കാര്യം പറയാൻ പറ്റും. അതേപോലെ തന്നെ 1 അവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഈ ഒരു ഇൻവേഴ്സ് FEGന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. വെനസ്ഡേ ഇൻവേഴ്സ് FEGന്റെ ഉള്ളിലോട്ട് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് അഗൈൻ തിരിച്ച് മേലോട്ട് കയറി പോയിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റിയില്ലേ. അതേപോലെ തന്നെ വ്യാഴാഴ്ച, അത് നമ്മൾ ജസ്റ്റ് ആ 4 അവർ ടൈം ഫ്രെയിം എടുത്തു. നമ്മുടെ നെക്സ്റ്റ് വ്യൂ നമ്മുടെ ആ ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു FEG നമ്മൾ ഇപ്പോഴും നമ്മുടെ എക്സ്പെക്ടേഷൻ മാർക്കറ്റ് ചെയ്ത് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മുടെ 1 ഡേ ടൈം ഫ്രെയിമിലെ എക്സ്പെക്ടേഷൻ. അതായത് ഈ ഒരു മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചസിലുള്ള സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഡയറക്ഷൻ ഒരു പ്രോപ്പർ ആയിട്ട് 1 ഡയറക്ഷനിലോട്ട് പോയിട്ട് മാർക്കറ്റ് നമ്മുടെ ആ ഒരു 1 ഡേ ടൈം ഫ്രെയിമിലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യില്ല. അപ്പൊ നമുക്ക് ലോ ടൈം ഫ്രെയിംസിന്റെ ആ ഒരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീസ് എല്ലാം മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റിൽ ബാലൻസ് ചെയ്തിട്ടൊക്കെയാണ് മാർക്കറ്റ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള വ്യൂ ഉണ്ടാവുള്ളൂ. അതേപോലെ വ്യാഴാഴ്ച മാർക്കറ്റിൽ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുള്ളത്, മാർക്കറ്റ് ഈ ഒരു FEന്റെ ഉള്ളിലോട്ട് വന്നു. FEന്റെ ഉള്ളിൽ നിന്ന് മാർക്കറ്റ് ഡൗണിലോട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് ആ ഒരു ഓപ്പണിംഗ് പ്രൈസിൽ നിന്ന് മാർക്കറ്റ് ചെറിയൊരു ഡിസ്കൗണ്ടിലോട്ട് മാർക്കറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറിപ്പോയിട്ട് ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പവർ ഓഫ് 3 എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി കിട്ടി ഒരു ഹ്യൂജ് ടാർഗറ്റ് വ്യാഴാഴ്ച മാർക്കറ്റ് അടിച്ചിട്ടുണ്ടാവും. ആൻഡ് ദെൻ ഫ്രൈഡേ ഇവിടെ നമുക്ക് എഗെയിൻ ഒരു കൺസോൾട്ടേഷൻ ആണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ആ ഒരു വീക്ക്ലി ടാർഗറ്റ്, വീക്ക്ലി 1 ഡേ ടാർഗറ്റ്, 1 ഡേയിൽ നമുക്ക് പറഞ്ഞിരുന്ന ഒരു ലോങ് ടേം ടാർഗറ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്കിനുള്ളിൽ ടാപ്പ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ വീക്ക് തുടങ്ങുന്ന സമയത്ത്. അതേപോലെ ഈ ഒരു ഓർഡർ ബ്ലോക്കിലോട്ട് മാർക്കറ്റ് ടാപ്പ് ചെയ്തതിനു ശേഷം അഗൈൻ ആ ഒരു ഫ്രൈഡേ മാർക്കറ്റ് കൺസോൾട്ടേഷൻ പോലെ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് പോയിരിക്കുകയാണ്. അതായത് 4 അവർ ടൈം ഫ്രെയിം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിലോട്ട് മാർക്കറ്റ് അഗൈൻ വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു ലോ ഇപ്പോ ആ ഒരു ലാസ്റ്റ് ഫ്രൈഡേന്റെ ലാസ്റ്റ് 4 അവർ ക്യാൻഡിൽ ഈ ഒരു ലോ സ്വീപ്പ് ചെയ്തിട്ട് മേലോട്ട് റിയാക്ട് ചെയ്യണ പോലെയാണ്. അപ്പൊ നമുക്ക് അഗൈൻ നെക്സ്റ്റ് മാർക്കറ്റ് ഈ ഒരു 4 അവർ ടൈം ഫ്രെയിമിന്റെ ഈ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്യുന്നുള്ള കാര്യം പറയാൻ പറ്റും. ഇങ്ങനെ വേണം നമുക്ക് ആ ഒരു ഹൈ ടൈം ഫ്രെയിമിന്റെ ഡയറക്ഷൻ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഒരുപാട് കൺഫ്യൂഷൻ ആയ പോലെ ഉണ്ട് തോന്നുന്നു. പക്ഷെ ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നിങ്ങൾ ജസ്റ്റ് ഇതൊരു സ്ലോലി നമുക്കൊന്നും കൂടി ജസ്റ്റ് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് ഇങ്ങനെയുള്ള ഡയറക്ഷൻ ഈ ഒരു കൺസോൾട്ടേഷൻ ആ ഒരു ഏരിയയിൽ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഡയറക്ഷൻ ഫൈൻഡ് ചെയ്യൽ നമുക്ക് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, കമന്റിൽ ചോദിക്കുക, പറഞ്ഞുതരാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ. അതേപോലെ തന്നെ നമുക്ക് ലൈവ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് പറയാ, അതും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ.